കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളും സംസ്ഥാന സർക്കാരിന്റെ അവഗണനയും സഹകരണ മേഖലയിലെ ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് കോഓപ്പറേറ്റീവ് എംപ്ലോയ്മെന്റ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളന വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. പ്രാഥമിക സഹകരണ ബാങ്കുകളാണ് കൂടുതലായിട്ടും കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നത്. അവിടെ അവർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനമായ കർത്തവ്യം. അപ്പൊ അതോടൊപ്പം ഞങ്ങൾക്ക് സഹകരണ നിയമപ്രകാരം സെക്ഷൻ 80 അനുസരിച്ച് ഞങ്ങളുടെ സേവന വേതന വ്യവസ്ഥ കൃത്യമായി അതിൽ അസൈൻ ചെയ്തിട്ടുണ്ട്. അത് യഥാസമയം കിട്ടണം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ ഞങ്ങൾ പെൻഷൻ ബോർഡ് രൂപീകരിച്ച് ഞങ്ങളെയൊക്കെ അംഗങ്ങളാക്കിയിട്ട് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ യഥാസമയം ലഭ്യമാകാത്ത ശമ്പള പരിഷ്കരണം ഇപ്പോൾ ഓരോ 5 വർഷവും കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അത് ഡ്യൂ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശമ്പളത്തിന് ആനുപാതികമായിട്ട് ഞങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട്. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സംസ്ഥാന സമ്മേളനം ഡിസംബർ 21, 22 തീയതികളിൽ CH ഓഡിറ്റോറിയത്തിൽ നടക്കും. പി ഉബൈദുള്ള MLA അധ്യക്ഷതയിൽ PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ M രാമനുണ്ണി സഹകരണ പ്രഭാഷണം നടത്തും. തലമുറ സംഗമവും സംഘടനാ സെഷനും പ്രമേയ സെഷനും സംഘടിപ്പിക്കും. സമാപന സമ്മേളനം ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്യുമെന്നും ജനറൽ സെക്രട്ടറി പൊൻപാറ കോയക്കുട്ടി, വർക്കിംഗ് പ്രസിഡന്റ് ഹാരിസ് അമിയൻ, മുഹമ്മദ് മുസ്തഫ പൊന്നമ്പാറ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബഹുമാനപ്പെട്ട ഡോക്ടർ M രാമനുണ്ണി അവർ നടത്തുന്ന ഒരു സഹകരണ പ്രഭാഷണം നടത്തുന്ന സെമിനാർ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട സെഷനാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.